बने बाप तुमसा, चले साथ घर को, घड़ी ऐसी आए, हमें तो वतन की बहुत याद आए, हमें तो वतन की बहुत याद आए। शिव बाबा याद ही। ഗുഡ് മോർണിംഗ്. ഡേറ്റ് 22/12/2024. അവ്യക്ത ബാബ്ദാദ. റിവൈസ്ഡ് കോഴ്സാണ് 17/3/2003. ഇന്നത്തെ മുരളിയുടെ ടൈറ്റിലാണ് सदा अपने सम्मान में रहना, सम्मान देना, सबका सहयोगी बनना और समर्थ बनाना. സദാ തൻ്റെ സ്വമാനത്തിലിരിക്കുക, ബഹുമാനം നൽകുക, സർവരുടെയും സഹയോഗിയാകുക, സമർത്ഥരാക്കുക. आज भाग्य विधाता बाप दादा चारों अवर के हर एक बच्चों के मस्तक में भाग्य की 3 लकीर देख रही. ഇന്ന് ഭാഗ്യവിധാതാവായിരിക്കുന്ന ഭാഗ്യദാത തൻ്റെ ഓരോരോ മക്കളുടെ മസ്തകത്തിലും ഭാഗ്യത്തിൻ്റെ 3 രേഖയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുന്നതും? ഭാഗ്യരേഖയാണ്. ഓരോരോ മക്കളുടെ മസ്തകത്തിലും 3 ഭാഗ്യരേഖയുണ്ട്. കണ്ടിട്ടുണ്ടോ ഭാഗ്യരേഖ? ഏതായിരിക്കും 3 ഭാഗ്യരേഖ? श्रीमत. एक परमात्मा पालना की ഭാഗ്യവാൻ ലക്കീർ. ഒന്നാമത്തതും പരമാത്മയുടെ പാലനയുടെ ഭാഗ്യരേഖയാണ്. दूसरे सत शिक्षक की श्रेष्ठ शिक्षा की ഭാഗ്യവാൻ ലക്കീർ. രണ്ടാമത്തതും സത്യമായിരിക്കുന്ന ശിക്ഷകൻ്റെ സത്യമായിരിക്കുന്ന ശിക്ഷണത്തിൻ്റെ ഭാഗ്യരേഖയാണ്. तीसरे श्रीमत की चमकती हुई लकीर. മൂന്നാമത്തതും ശ്രീമത്തത്തിലൂടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രേഖയാണ്. ഈ 3 ഭാഗ്യരേഖയാണ് ഇന്ന് ഓരോരോ മക്കളുടെ മസ്തകത്തിലുണ്ടും. അതാണ് ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുന്നത്. चारों अवर के बच्चों के मस्तक बीच 3 लकीर बहुत अच्छा चमक रही है. ഇന്ന് 4 ഭാഗത്തിലുള്ള മക്കളുടെ മസ്തകത്തിനും ഈ 3 രേഖ വളരെ നന്നായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് നോക്കുക, തിളങ്ങുന്നുണ്ടോ ഇല്ലയോ? आप सभी भी अपने 3 भाग्य की लकीर को देख रहे हैं. താങ്കൾ സർവർ കൂടി തൻ്റെ 3 ഭാഗ്യത്തിൻ്റെ രേഖയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. जब भाग्य विधाता आप बच्चों का बाप है तो आपके सिवाय श्रेष्ठ भाग्य और किसी को हो सकता है. എപ്പോഴാണ് ഭാഗ്യവിധാത വായിരിക്കുന്ന ബാബ തൻ്റെ മക്കളുടെ അച്ഛനായിരിക്കുന്നത്? അപ്പം താങ്കൾക്ക് കൂടാതെ ഈ ശ്രേഷ്ഠ ഭാഗ്യം ആർക്കും ഉണ്ടാവാൻ സാധ്യമല്ല. കേവലം നമുക്ക് മക്കൾക്ക് മാത്രമാണ്. बाप दादा देख रहे हैं
विश्व में अनेक करोड़ आत्मा है, लेकिन उन करोड़ों में से 6 लाख परिवार कितना थोड़ा है. ബാബ്ദാദ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വത്തിൽ അനേക കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. പക്ഷെ ആ കോടിക്കണക്കിന് ആത്മാക്കളിൽ 6 ലക്ഷമാണ് ബാബയുടെ പരിവാരമായിരിക്കുന്നത്. 2003 6 ലക്ഷം ആത്മാക്കളും ബാബയുടെ മക്കളായിരുന്നു. അതുകൊണ്ട് ബാബ്ദാദ പറയുന്നതും ലോകത്തിൻ്റെ കണക്കിലും ബാബയെ മനസ്സിലാക്കിയിരിക്കുന്ന മക്കളും വളരെ കുറച്ച് പേര്. ആ കുറച്ച് പേര് തന്നെയാണ് ഇവിടെ ക്ലാസ്സിൽ ഉണ്ടാവുന്നത് അല്ലേ. കോട്ടോമി കോയി ഹോഗയ എന്നും ബാബ പറഞ്ഞത് കോടിയിൽ ചിലവർ മാത്രമാണ്. वैसे हर मानव के जीवन में ये 3 बातें पालनम, पढ़ाई और श्रेष्ठ मत 3 ही आवश्यक है. ഏതുപോലെ ഓരോരോ മനുഷ്യാത്മാക്കളുടെ ജീവിതത്തിലും ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പാലനം, പഠിപ്പും ശ്രേഷ്ഠമായിരിക്കുന്ന മതം. ഇത് 3 ആവശ്യമാണ്. लेकिन ये परमात्मा पालना और देवात्मा है व मानवात्माओं की मत पालन पढ़ाई में रात दिन का अंतर है. പക്ഷേ ഈ പരമാത്മയുടെ പാലനം ദേവാത്മാക്കളുടെയും അഥവാ മാനവ ആത്മാക്കളുടെയും മതവും പാലനയും പഠിപ്പും രാത്രിയും പകലിൻ്റെ അത്രയ്ക്കും വ്യത്യാസമുണ്ട്. ആരുടെയും പരമാത്മയുടെ പാലന എടുക്കുന്ന ആത്മാക്കൾക്കും ദേവാത്മാക്കൾക്കും അഥവാ മാനവ ആത്മാക്കളുടെ രാത്രിയും പകലിൻ്റെ അത്രയ്ക്കും വ്യത്യാസമുണ്ട്. പഠിപ്പിലും പാലനിലും മതത്തിലും. तो इतना श्रेष्ठ भाग्य जो संकल्प में भी नहीं था, लेकिन अभी हर एक का दिल गाता है पा लिया है. ഇത്രയ്ക്കും ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗ്യം ഓരോരുത്തർക്കും സങ്കല്പത്തിൽ കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ആ ഓരോരുത്തരുടെയും ഭാഗ്യം അവർ മനസ്സിൽ ഹൃദയത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു. പ്രാപ്തമാക്കി പാലിയ പ്രാപ്തമാക്കില്ല പാലിയ വ പാനാഹി. ബാബ്ദാദ മക്കളോട് ചോദിക്കുകയാണ്, ഈ ശ്രേഷ്ഠ ഭാഗ്യം നിങ്ങൾ പ്രാപ്തമാക്കിയോ അഥവാ പാലിയ വ പാനാഹി ക്യാ കഹിങ്കെ. എന്താ പറയുന്നത്? പ്രാപ്തമാക്കിയോ അഥവാ പ്രാപ്തമാക്കാനോ നോക്കുന്നുണ്ടോ എങ്ങനെയാണോ ബാബ ചോദിക്കുന്നതും എന്താ പറയുന്നതെന്ന്. അപ്പം എന്ത് പറയും? പാലിയ എന്നും. അപ്പം പ്രാപ്തി പ്രാപ്തമാക്കി. बाप भी ऐसा बच्चों के भाग्य का देख हर्षित होता है. ഇന്ന് ബാബയെ കൂടി ഈ തരത്തിലുള്ള മക്കളുടെ ഭാഗ്യ കണ്ടിട്ട് ഹർഷിതമായിരിക്കും. ബാബ വത്തനത്തിൽ ഇരുന്നിട്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള മക്കളുടെ ഭാഗ്യം കണ്ടുകൊണ്ടും ചിരിക്കുകയാണ്. ഒന്ന് ചിരിക്കുക. ബാബ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. ബച്ചേ കേത്തെ ഹേ വാഹ് ബാബ വാ. അപ്പം ആ കണ്ണൂരിലുള്ള മക്കൾ പറഞ്ഞു വാഹ് ബാബ വാ. അപ്പം ബാബ എന്ത് പറഞ്ഞു? അവർ ബാപ്പ് കേത്തെ ഹേ വാഹ് ബച്ചേ വാ. അപ്പം ബാബയെ പറഞ്ഞു വാഹ് മക്കളെ വാ. बस इस भाग्य की सिर्फ स्मृति में नहीं रखना है, लेकिन सदा स्मृति स्वरूप रहना है. ബാബ പറയുന്നത് ഈ ഭാഗ്യം കേവല സ്മൃതിയിൽ മാത്രം വെക്കുന്നതും, പക്ഷേ സദാ സ്മൃതി സ്വരൂപരായിരിക്കണം. എനിക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് ഭാഗ്യമുണ്ട് അങ്ങനെ സ്മൃതിയിലിരിക്കുന്നത് മാത്രമല്ല, സദാ സ്മൃതി സ്വരൂപരായി മാറണം. കൈ ബച്ചേ സോച്ചത്തെ ബഹുത് അച്ഛാ ഹൈ. ചില മക്കളും നന്നായിട്ട് ചിന്തിക്കും, ലേക്കിൻ सोचना स्वरूप नहीं बनना है, स्मृति स्वरूप बनना है. ചില മക്കൾ നന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ബാബ പറഞ്ഞു ചിന്തിക്കുന്ന സ്വരൂപരാവരതും സ്മൃതി സ്വരൂപരായി മാറും. ഇന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന സോച്ചുന്ന സ്വരൂപ്പാണോ സ്മൃതി സ്വരൂപരാണോ? സ്മൃതി സ്വരൂപരാണ്. സ്മൃതി സ്വരൂപ സോ സമർത്ഥ സ്വരൂപേ.
ആരാണോ സ്മൃതി സ്വരൂപരായിരിക്കുന്നത് അവർ തന്നെ സമർത്ഥ സ്വരൂപരായി മാറും. സോച്ചന സ്വരൂപ് സമർത്ഥ സ്വരൂപ് നൈ. ഈ ചിന്തിക്കൂല, ഇന്ന് ക്ലാസ്സിൽ പോണോ ബട്ടിയാണ് സിസ്റ്റർ പറഞ്ഞു കൂട്ടുന്നുണ്ട്. ഇത് ചിന്തയുടെ സ്വരൂപരാവരുത്. എന്ത് ചെയ്യണം? ഭട്ടിൽ അറ്റൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾ സമർത്ഥ സ്വരൂപരായി മാറും. बाप दादा बच्चों की भिन्न भिन्न लीला देखते मुस्कुराते हैं. ഇന്ന് ബാബ്ദാദ മക്കളുടെ ഭിന്ന ഭിന്നമായിരിക്കുന്ന ലീല കണ്ടുകൊണ്ട് പുഞ്ചിരിക്കുകയാണ്. ബാബയ്ക്ക് നല്ല പുഞ്ചിരിയാണ്. കണ്ണൂർ മക്കളുടെ ലീല കണ്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രദേഴ്സ് എല്ലാം കാലി കസല വിട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പുഞ്ചിരിച്ചത്. ആരാണോ ഈ കസല ഇങ്ങനെ കാലി ഗ്യാപ്പായിട്ട് വിടുന്നത് അവർ മാലയുടെ മണിയിൽ വരുമ്പോൾ സമയത്തിൽ ഗ്യാപ്പാവും. അപ്പം നിങ്ങളെ മാർക്സ് കുറയും. ബാബ പുഞ്ചിരിച്ചത് എന്തിനാണെന്ന് കണ്ടില്ല, മനസ്സിലായില്ല. കൊയ് സോച്ത സ്വരൂപത്തെ. ചില മക്കൾ ചിന്തിക്കുന്ന സ്വരൂപരായിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും, ചിന്തിച്ചു കൂട്ടുന്നത്. സ്മൃതി സ്വരൂപ് സദാ നഹി രഹത്തെ. സദാ സ്മൃതി സ്വരൂപരാവണില്ല. സദാ സ്മൃതി സ്വരൂപത്തിന് പകരം ചിന്തിക്കുന്ന സ്വരൂപരായി മാറുമ്പോൾ. പക്ഷേ ഇവിടുത്തെ കുട്ടികളല്ല. കബി സോചിത സ്വരൂപ്, കബി സ്മൃതി സ്വരൂപ്. നല്ല ലഹരിയുള്ള സമയത്തിൽ സ്മൃതി സ്വരൂപം, ലഹരി കുറഞ്ഞ സമയത്തിലും ചിന്തിക്കുന്ന സ്വരൂപരായി മാറും. എന്താ ചെയ്യാം? जो स्मृति स्वरूप रहते हैं वह निरंतर नेचुरल स्वरूप रहते हैं. ആരാണോ സ്മൃതി സ്വരൂപരായിരിക്കുന്നത് അവർ നിരന്തര നാച്ചുറൽ സ്വരൂപരായിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റാണ്. ആരാണോ സ്മൃതി സ്വരൂപരായിരിക്കുന്നതും അവർ നിരന്തര നാച്ചുറൽ സ്വരൂപരായി മാറും. जो सोचता स्वरूप रहते हैं उन्होंने मेहनत करनी पड़ती है. ആരാണോ ചിന്തിക്കുന്ന സ്വരൂപരായി മാറുന്നത് ബാബ പറയുന്നത് അവർ പരിശ്രമിക്കേണ്ടി വരും. കുറേ ചിന്തിച്ച് കൂട്ടൂല, അപ്പം പരിശ്രമിക്കേണ്ടി വരും. പിന്നെ കുറേ 1 മണിക്കൂർ ചിന്തിച്ചിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് സ്മൃതി സ്വരൂപരായി വരണമെങ്കിൽ അവർ പരിശ്രമിക്കേണ്ടി വരും. ये संगम युग मेहनत का युग नहीं है, സർവ പ്രാപ്തിയോ കെ അനുഭവോ കാ യുഗ. ഈ സംഗമയുഗം പരിശ്രമത്തിൻ്റെ യുഗമല്ല, സർവപ്രാപ്തിയുടെ അനുഭൂതിയുടെ യുഗമാണ്. അനുഭവം ചെയ്യുന്നുണ്ട്. 63 जन्म मेहनत की लेकिन अभी मेहनत का फल प्राप्त करने का युग अर्थात समय है. 63 ജന്മങ്ങൾ ഞങ്ങൾ പരിശ്രമിച്ചു. എപ്പം മുതലും ദ്വാപരയുഗ മുതൽ പരിശ്രമിച്ചു. ഇപ്പം ആ 63 ജന്മം പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇപ്പം പ്രാപ്തമാക്കുന്ന യുഗമാണ് ഈ സംഗമയുഗമാണ്. ഈ ഒരു ജന്മത്തിലാണ് പ്രാപ്തമാക്കുക. बाप दादा देख रहे थे कि देह बाण की स्मृति में रहने में क्या मेहनत की. ബാബ്ദാദ ഇന്ന് മക്കളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദേഹാഭിമാനത്തിൻ്റെ സ്മൃതിയിലിരിക്കുന്നവർക്കും എന്താണ് പരിശ്രമം ഉണ്ടാവുന്നത്. നീ മേ ഫലാനാവും ഈ മേനത്ത് കിയേ. അപ്പം ദേഹാഭിമാനത്തിലുള്ളവർക്ക് എപ്പോഴും ഈ പരിശ്രമം ഉണ്ടാവും. ഞാൻ ഡോക്ടറാണ്, ഞാൻ ലോയറാണ്, ഞാൻ ബിസിനസ്മാനാണ്, ഞാൻ എഞ്ചിനീയറാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഞാൻ ആർക്കാണ് കുറവ്. ഇതെല്ലാം ആർക്കാണ് ഉണ്ടാവുന്നത്? ദേഹഭാനത്തിലുള്ളവർക്ക്. നാച്ചുറൽ രാഹെന്നും ബാബ പറയുന്നത് നാച്ചുറലായിരിക്കണം. നേച്ചർ ബൻ ഗയി തോ ബോഡി കോൺഷ്യസ് കി. ഈ ബോഡി ദേഹാഭിമാനത്തിൻ്റെ നേച്ചറായി പോകും. അതിൻ്റെ പകരം നാച്ചുറലായിരിക്കണം. इतनी पक्का नेचर हो गई जो अभी भी कभी कभी कई बच्चे आत्माभिमानी बनने का समय बॉडी कॉन्शियस अपने तरफ आकर्षित कर लेती है. ബാബ്ദാദ പറയുന്നത് ഇത്രയ്ക്കും നിങ്ങളെ നേച്ചർ പക്കായിരിക്കണം. അതായത് ഇപ്പോൾ കൂടി ചില മക്കൾ ചില പ്രാവശ്യം ആത്മാഭിമാനിയാകുന്നുണ്ട് പകരം ദേഹാഭിമാനത്തിലേക്ക് വന്ന് സ്വയംനെ ആകർഷിച്ചെടുക്കും ബാബ പറയുന്നത്.
ആത്മാഭിമാനിയാവുന്നതിൻ്റെ പകരം ദേഹാഭിമാനത്തിൽ വന്നിട്ട് ആകർഷിക്കും. സോച്ചത്തെ മേ ആത്മാവു മേ ആത്മാവു ചിന്തിച്ചുകൊണ്ടിരിക്കും, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. लेकिन देहबान ऐसा नेचुरल रहा है जो बार बार ना चाहते ना सोचते देह अभिमान में आ जाते हैं. പക്ഷേ ഈ ദേഹബോധമുണ്ടല്ലോ, അത് ഈ തരത്തിൽ നാച്ചുറലായി മാറും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കാതെ പോയാലും ചിന്തിക്കാതെ പോയാലും ദേഹബാനത്തിൽ വരും. ആഗ്രഹിച്ചിട്ടുള്ള ചിന്തിച്ചിട്ടുമില്ല, പക്ഷെ ദേഹബാനത്തിൽ വരും. बाप दादा कहते हैं अभी मरजीव जन्म में आत्माभिमानी अर्थात देही अभिमानी स्थिति में ऐसा ही नेचर और नेचुरल हो. बाप दादा പറയുന്നത് ഇപ്പം ഈ മറുജീവ ജന്മത്തിൽ ആത്മാഭിമാനി, അതായത് ദേഹി അഭിമാനി സ്ഥിതി നിങ്ങൾ നാച്ചുറലായിരിക്കണം. ഏത് സ്ഥിതിയും ഈ മറുജീവ ജന്മമാണിത്, ഈ അലൗകിക ജന്മം. അപ്പം ഈ ഒരു ജന്മത്തിലും ആത്മാഭിമാനി സ്ഥിതി നിങ്ങൾ നേച്ചറുമായിരിക്കണം, നാച്ചുറലായി മാറും. മേനത്ത് നഹി കർണി പടേ, മേ ആത്മാവു മേ ആത്മാവു. പരിശ്രമിക്കരുത്, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. ഇപ്പോഴുണ്ട് പരിശ്രമം? ഇപ്പം നാച്ചുറൽ ഇല്ല. जैसे कोई भी बच्चा फ़ायदा होता है और जब उसे थोड़ा समझ में आता है तो उसका परिचय देता है आप कौन हो किसका हो. ഏതുപോലെ ചില കുട്ടികൾ ജന്മമെടുത്ത ശേഷം അവർക്ക് കുറച്ച് മനസ്സിലാവുന്ന സമയത്തിൽ അവർ സ്വയംനെ പരിചയം നൽകും. ഞാൻ ആരാണ്, ഞാൻ ആരുടെ കുട്ടിയാണ്. അതേപോലെ ऐसे ही जब ब्राह्मण जन्म लिया तो आप ब्राह्मण बच्चों का जन्मते ही क्या परिचय मिला, आप कौन हो. അതേപോലെ ലൗകികത്തിൽ ജന്മമെടുക്കുന്ന സമയത്തിൽ ഏത് തരത്തിൽ ഞാൻ ആരുടെ കുട്ടിയാണ്, ഞാൻ എന്താണെന്ന് പരിചയം കൊടുക്കും. അതേപോലെ നിങ്ങൾ ബ്രാഹ്മണ ജന്മമെടുത്ത ശേഷം താങ്കളെ ബ്രാഹ്മണ ആത്മാക്കൾക്ക് അറിയാം എന്താണ് പരിചയം ലഭിക്കുന്നതും താങ്കൾ ആരാണ്. ആത്മക പാട്ട പക്ക കറായകയെന്നും. അപ്പം ഞാൻ ആത്മാവിനുള്ള പാട്ട് എന്താക്കണം, ഉറപ്പാക്കണം. ഉറപ്പായില്ലേ? ഇപ്പം तो यह पहला परिचय नेचुरल नेचर बन जाए. അപ്പം ഞങ്ങൾ ആദ്യത്തെ പരിചയം എന്തായി, നേച്ചറായി മാറിയത്. ഇപ്പോൾ എന്താ പരിശ്രമം ഉണ്ടോ? ഇല്ല. ഞാൻ ആത്മാവാണെന്ന് പെട്ടെന്ന് നിങ്ങൾ പറയാൻ സാധിക്കും. नेचर नेचुरल और निरंतर रहती है, याद करना नहीं पड़ता है. ഈ നേച്ചർ നാച്ചുറലായി നിരന്തരമായിരിക്കും. അപ്പോൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, നിരന്തരമായി नेचुरलाई मारूं. ऐसे हर ब्राह्मण बच्चों की अभी समी प्रमाण देही अभिमानी स्टेज नेचुरल हो. അതേപോലെ ഓരോരോ ബ്രാഹ്മണ മക്കൾക്കും സമയം അനുസരിച്ച് ദേഹി അഭിമാനി സ്റ്റേജ് നാച്ചുറലായിരിക്കും. സമയം അനുസരിച്ച് ദേഹി അഭിമാനി സ്റ്റേജും നാച്ചുറലായി മാറും. कोई बच्चों की है सोचना नहीं पड़ता, स्मृति स्वरूप बन जाते हैं. ചില മക്കളുണ്ട്, ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവർ തനിയെ എന്താവും, സ്മൃതി സ്വരൂപരായി മാറും. അഭി നിരന്തര അവർ നാച്ചുറൽ സ്മൃതി സ്വരൂപ് ബന്നായി. അതുകൊണ്ട് ബാബ്ദാദ മക്കൾക്ക് പറയുന്നതും നിരന്തരവും നാച്ചുറൽ സ്മൃതി സ്വരൂപരായി മാറും. लास्ट अंतिम पेपर सभी ब्राह्मणों का यही छोटा सा है. ലാസ്റ്റ് അന്തിമ പേപ്പർ എല്ലാ ബ്രാഹ്മണ മക്കൾക്ക് ലാസ്റ്റ് സമയത്തിൽ ഒരു ചെറിയ പേപ്പർ ഉണ്ടാവും, നഷ്ടമോഹ സ്മൃതി സ്വരൂപ്. ആ പേപ്പറിൽ പാസ്സാവണം. ഒരു സെക്കൻഡ് പേപ്പറാണ്. സാധാരണ എക്സാം പേപ്പർ 2 മണിക്കൂർ 3 മണിക്കൂർ. ഇത് ഒരു സെക്കൻഡ് പേപ്പറിൽ പാസ്സാവും. നോക്കുന്നുണ്ടോ പാസ്സാവാനും? ഇല്ല. तो इस वर्ष में क्या करेंगे?
ബാബ്ദാദ ചോദിക്കുകയാണ് 2025 നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? 2024 പോവാനായില്ലേ, ഇപ്പം 2025 അത് ബാബ ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. കൈ ബच्चे പൂछते हैं इस वर्ष में क्या विशेष लक्ष्य रखें. ചില മക്കൾ ചോദിക്കുമ്പോൾ ഈ വർഷ വിശേഷമായി എന്താണ് ലക്ഷ്യം വെക്കേണ്ടത്? എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? സ്വാമിബായി വെച്ചാൽ കാര്യം നടക്കും അല്ല. तो बाप दादा कहते हैं सदा देही अभिमानी स्मृति स्वरूप भव. നെക്സ്റ്റ് ജനുവരി മാസമാണ്. അതുകൊണ്ട് ബാബ പറയുന്നത് സദാ ദേഹി അഭിമാനിയായിരിക്കണം, സ്മൃതി സ്വരൂപരായി ഭവിക്കണം. जीवन मुक्ति तो प्राप्त होना ही है, लेकिन जीवन मुक्ति होने के पहले मेहनत मुक्त बन. ജീവൻ മുക്തി പ്രാപ്തമാക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ജീവൻ മുക്തിയുടെ മുമ്പ് പരിശ്രമ മുക്തരാവണം. ഇപ്പോഴുണ്ട് പരിശ്രമം, ഇപ്പോഴുണ്ട്. 88 വർഷമായി പരിശ്രമിച്ച് ഇന്ന് കുറേ വർഷങ്ങൾ കുറച്ചേ ഉള്ളത്. അപ്പം ഇപ്പം എന്ത് ചെയ്യണം? പരിശ്രമ മുക്തരാവണം. അതുകൊണ്ട് ബാബ്ദാദ പറയുന്നത് ജീവൻ മുക്തി പ്രാപ്തമാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ സമയത്തിൽ നിങ്ങൾ ജീവൻ മുക്തരാകുന്ന മുമ്പും പരിശ്രമ മുക്തരാവണം. ये स्थिति समीप को समीप लाएंगे और आपके सर्व विश्व के बाह्य और बहनों का दुख अशांति से मुक्त करेंगे. ഇപ്പം ഈ സ്ഥിതി സമയ പ്രമാണ സമീപത്തിലേക്ക് കൊണ്ടുവരാം. ഏത് സ്ഥിതി? സദാ ദേഹി അഭിമാനി സ്മൃതി സ്വരൂപ ഭവ. ഈ സ്ഥിതി സമീപത്തിലേക്ക് കൊണ്ടുവരാം. താങ്കളുടെ സർവ്വരും വിശ്വത്തിലുള്ള സഹോദരി സഹോദരന്മാരുടെയും ദുഃഖത്തിനെയോ അശാന്തിയിൽ നിന്നും അവരെ മുക്തമാക്കണം. നോക്കുന്നുണ്ടോ? അന്യാത്മാക്കളെ ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാക്കണം. आपकी यही स्थिति ആത്മാവോं के लिए മുക്തിധാം का दरवाज़ खोलेंगे. താങ്കളുടെ ഈ സ്ഥിതി ഉണ്ടല്ലോ, ഈ സ്ഥിതി ദേഹി അഭിമാനി സ്മൃതി സ്വരൂപ സ്ഥിതി. താങ്കളുടെ ഈ സ്ഥിതി ആത്മാക്കൾക്ക് വേണ്ടി മുക്തിധാമത്തിൻ്റെ ഗേറ്റ് തുറക്കും. നിങ്ങളുടെ സ്ഥിതിയിലൂടെയാണ് ഗേറ്റ് തുറക്കുന്നത്. അപ്പം സ്ഥിതി ശരിയാക്കി എടുക്കണം. അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ എന്താവും? കാരണക്കറയിപ്പ്, ഞങ്ങളായിട്ടില്ല ബാക്കി ഭക്താത്മാക്കളെല്ലാം അവിടെ വന്ന് കാത്തിരിക്കും. അപ്പം ഇന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുക്തിധാമത്തിൻ്റെ ഗേറ്റ് തുറക്കാൻ റെഡിയാവും. तो अपनी भाई बहनों के ऊपर रहम नहीं आता. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെ സഹോദര സഹോദരി ആത്മാക്കളോട് നിങ്ങൾക്കൊന്ന് ദയ വരണില്ലയാ? ഉണ്ട ദയ? कितना चारों और आत्मा चिल्ला रही है तो आपकी मुक्ति सर्व की मुक्ति दिलाएंगे. 4 ഭാഗത്തിലുള്ള ആത്മാക്കൾ ദുഃഖത്തിലോ അശാന്തിയിലോ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം താങ്കളുടെ മുക്തി സർവർക്കും മുക്തി നൽകുന്നതാണ്. നാനേ ആയിട്ടില്ല, പിന്നെ അവർക്ക് എങ്ങനെയാകും? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ അവർക്ക് ആധാരമാണ്. ये चेक करो नेचुरल स्मृति सो സമർത്ഥ സ്വരൂപ് കഹാ തക്ക് ബനി. അതുകൊണ്ട് ഓരോരുത്തരും സ്വയമിനെ ചെക്ക് ചെയ്യണം. നാച്ചുറൽ സ്മൃതിയിൽ നിന്നും എത്രത്തോളം നമ്മൾ സമർത്ഥ സ്വരൂപരായിട്ടുണ്ട്. സ്വയമിനെ സ്വയം തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. സമർത്ഥ സ്വരൂപ് बनना ही व्यर्थ को सहज समाप्त कर देगा. സമർത്ഥ സ്വരൂപരാകുക തന്നെയാണ് വ്യർത്ഥത്തെ സഹജമായി സമാപ്തമാക്കുന്നത്. സമർത്ഥ സ്വരൂപരാവണം. അപ്പം വ്യർത്ഥത്തെ നെഗറ്റീവ് തനിയെ സമാപ്തമായിക്കും. ബാർ ബാർ മേഹനത്ത് നഹി കർണി പടേങ്കി. ഇടയ്ക്കിടയ്ക്ക് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം? സമർത്ഥ സ്വരൂപരാവണം. अभी इस वर्ष बाप दादा बच्चों के स्नेह में कोई भी बच्चों के किसी भी समस्या में मेहनत नहीं देखने चाहते हैं. ഈ വർഷ ബാബ്ദാദ
മക്കളുടെ സ്നേഹത്തിലും ഈ ഏതൊരു മക്കളും സമസ്യകളിൽ പരിശ്രമത്തിലിരിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നില്ല. ബാബയ്ക്ക് എത്രയ്ക്ക് മക്കളോട് സ്നേഹമാണ്. ബാബയുടെ ഒരു കുട്ടികൾ കൂടി പരിശ്രമം സമസ്യകളിൽ വരുന്നത് ബാബ ആഗ്രഹിക്കുന്നില്ല. സമസ്യ സമാപ്ത അവർ സമാധാന സമർത്ഥ സ്വരൂപം. സമസ്യകളെ സമാപ്തമാക്കി സമാധാന സമർത്ഥ സ്വരൂപരായി മാറും. ക്യാ ഹോ സക്താ ഹേ? ബാബ മക്കളോട് ചോദിക്കുകയാണ്, സമസ്യകളെ സമാപ്തമാക്കി സമാധാന സമർത്ഥ സ്വരൂപരാവാൻ സാധിക്കുമോ? ഇല്ല, ആരും ഒന്നും പറയുന്നില്ല. बोलो दादिया हो सकता है, टीचर्स बोलो हो सकता है, പാണ്ഡവ് हो सकता है. എല്ലാവരും വിട്ടിട്ടില്ല ബാബ, എല്ലാവരും ചോദിക്കണം. ഫിർ ബഹാന നഹി ബത്താന ഏത്താന യഹുവാന. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒളിവ് പറയരുത്. അതിങ്ങനെ സംഭവിച്ചത് കൊണ്ട് അവനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി. ഒരിക്കലും ഈ തരത്തിൽ പറയാൻ പാടില്ല. ഒളിവ് പറയരുത്. അപ്പം അതുകൊണ്ട് ഒളിവ് പറയുന്ന മുമ്പ് സ്വയം എന്താ ചിന്തിക്കേണ്ടതും, ഞാൻ ബ്രാഹ്മണനാണ്, സത്യമായ ബ്രാഹ്മണനാണ്. ഒളിവ് പറയരുതല്ലോ. യാ നൈ ഹോത്താത്തോ നൈ ഹോത്തായി. ഇത് ഇങ്ങനെ സംഭവിക്കാതെ പോലെ ഇങ്ങനെ നടക്കും, ആവനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കലും കൂടി പറയരുത്. ബാപ് ദാദ ബഹുത്ത് മീറ്റ കേൾ ദേഖ് ചുക്കാ ഹൈ. ബാപ് ദാദ വളരെ മധുരമായിരിക്കുന്ന കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ മധുരമായ കളിയാണ്. कुछ भी हो, विलायत हिमालय से भी बड़ा सौगुण समस्याओं का स्वरूप हो, चाहे तन द्वारा, चाहे मन द्वारा, चाहे व्यक्ति द्वारा, चाहे प्रकृति द्वारा. समस्या परिस्थिति आपके स्वास्थ्य के आगे कुछ भी नहीं है. और स्वास्थ्य का साधन है, स्वमान है. അതുകൊണ്ട് ബാപ്ദാദ പറയുന്നത്, എന്ത് സംഭവിച്ചാൽ ഹിമാലയത്തിൻ്റെ പോലെയുള്ള അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ വന്നാൽ ഒന്നിലേക്ക് 100 ഇരട്ടി സമസ്യ സ്വരൂപങ്ങളായാൽ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും വ്യക്തിയിലൂടെയും പ്രകൃതിയിലൂടെയും പരിതസ്ഥിതിയിലൂടെയും താങ്കളുടെ സ്വാസ്ഥിതിൻ്റെ മുന്നിലും അത് ഒന്നു തന്നെയല്ല. അപ്പോൾ സ്വാസ്ഥിതിയുടെ മാർഗം ഏതാണ്? സ്വമാനത്തിലിരിക്കും. നിങ്ങൾ സ്വമാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും എല്ലാ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും. സ്വമാനത്തിൽ സെറ്റാവും. നാച്ചുറൽ രൂപമേ സ്വമാൻ ഹോ. ആ സ്വമാനം നാച്ചുറൽ രൂപമായിരിക്കണം. പരിശ്രമിച്ച് നേരത്തെ പറഞ്ഞു ഞാൻ ആത്മാവാണ് അങ്ങനെ പരിശ്രമിക്കരുത്. എങ്ങനെ ഉണ്ടായിരിക്കണം? നാച്ചുറൽ രൂപമായിരിക്കണം. യാദ് നഹി കർണ പടി, बार बार मेहनत नहीं करनी पड़ी. नहीं मैं स्वदर्शन चक्रधारी हूँ, मैं नूरे रतन हूँ, मैं दिल तख्त नशीन हूँ. ബാബ പറയുന്നതും മക്കൾ ഒരിക്കലും പരിശ്രമിക്കരുത്. ആ സ്വമാനത്തിൽ സെറ്റായി കഴിഞ്ഞ ശേഷം പിന്നെ ഇടയ്ക്ക് ചിന്തിക്കും. പണ്ടൊരു ബ്രദർ ഉണ്ടായിരുന്നു, സ്വമാനം എപ്പോഴും മറന്നു പോകും. ബാബ റൂമിലിരിക്കും, ഒരു കഷ്ണത്തിൽ പേപ്പറിൽ സ്വമാനം എഴുതിയിട്ട് പോക്കറ്റിലിടും. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ മറന്നു പോകും സിസ്റ്ററെ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ബ്രദർ ശരീരം വിട്ടു, കാര്യപ്പോക്കട്ടെ. അതുകൊണ്ട് ബാബ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ട വരേണ്ട ആവശ്യമില്ല, പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സ്വമാനത്തിൽ സെറ്റായി കഴിഞ്ഞാൽ സ്വമാനത്തിൽ തന്നെ ഇരിക്കണം. ഇപ്പോൾ ചില സമയം ഒരു സ്വമാന സ്വദർശൻ ചക്രധാരി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നത്, വീണ്ടും അതിനെ സ്മൃതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നൂറെ രത്തനാണ്, ബാബയുടെ ഹൃദയ സിംഹാസനധാരിയാണ്. ഇത് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. സ്വമാനത്തിൽ സെറ്റായിക്കുക. कोई होना है क्यों? कल्प पहले कौन बने थे? അവർ बने थे यहाँ ही, आप ही बने थे, आप ही थे, आप ही. ഇത് ബാബ്ദാദ പറയുന്നത് കൽപ്പത്തിന് മുമ്പോ ആരായിരുന്നു, ആരാണ് ആവുന്നത്. അപ്പം അത് ഞങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നാ തന്നെ കൽപ്പത്തിന് മുമ്പോ ആയിരുന്നു, നാ തന്നെ ഇപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സമാനത്തിൽ സെറ്റാവാൻ സാധിക്കും. ये निश्चित है, ഇത് നിങ്ങൾക്ക് നിശ്ചിതമായിരിക്കണം.
നാ തന്നെ ആയിരുന്നു, നാ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു. ബാപ് ദാദ സബ് ചെഹരെ ദേഖ് രഹേ थे, യ വഹി കൽപ്പ് പഹലെ വാലേ. ബാപ് ദാദ എല്ലാവരുടെയും മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാണുന്നത്? ബാബ കൽപ്പത്തിൻ്റെ മുമ്പ് ഉള്ളവരെ ഇന്നോ ഇവിടെയോ ഇന്ന് ഇരിക്കുന്നത് ക്ലാസ്. പുതിയതായിട്ട് വന്നവർ ആറുവർ കഴിഞ്ഞ കൽപ്പത്തിലുണ്ടായിരുന്നു, അവർ തന്നെ ഈ കൽപ്പത്തിലുള്ളത്. ബാബ എല്ലാവരുടെ മുഖം നോക്കുമ്പോൾ അവർ തന്നെയാണ്. ഫിർത്തോ നിശ്ചിത് ഹേനം, ബാബ പറഞ്ഞു എല്ലാ മക്കൾക്കും നിശ്ചിതമായി നാ തന്നെയാണ് അല്ലേ. ഇസ് കൽപ്പിക്കേ പോ അനേക കൽപ്പിക്കേ പോ, അനേക കൽപ്പിക്കേ പോണം. ഈ കൽപ്പത്തിലായിരിക്കും, പക്ഷെ അനേക കൽപ്പത്തിലോ ആരായിരുന്നു? ഞങ്ങൾ തന്നെയാണ് അല്ലേ. हाथ उठाओ जो कल्प पहले वाले फिर तो निश्चित है ना. ബാബ കൈയ്യർത്താൻ പറഞ്ഞു. കൽപ്പത്തിന് മുമ്പുള്ളവരാണോ ആരെങ്കിലും പുതിയതായിട്ട് ഇപ്പം വന്നവരാണോ? ഇല്ലല്ല, എല്ലാ കൽപ്പത്തിന് മുമ്പ് ഉണ്ടായിരുന്നവർ തന്നെയാണ്. ये निश्चित है ना. आपके तो पास സർട്ടിഫിക്കറ്റ് मिल गया है ना कि लेना ही. അപ്പം താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ എന്ന് ബാബ ചോദിക്കണം. അല്ല, സർട്ടിഫിക്കറ്റ് എടുക്കാൻ നോക്കുന്നതാണോ? മിൽ ഗയ എന്ന് എല്ലാവർക്കും എന്തായി? സർട്ടിഫിക്കറ്റ് കിട്ടി. ഏത് സർട്ടിഫിക്കറ്റും? കഴിഞ്ഞ കൽപ്പത്തിലോ നാ തന്നെയായിരുന്നു, ഈ കൽപ്പത്തിൽ നാ തന്നെയാണ്. കിട്ടിയില്ല സർട്ടിഫിക്കറ്റ്. ചായേ പാസ് വി തോന്നർക്ക ചായേ പാസ്ക്ക ഈ ഫർക്ക് തോ ഹോഗനം. ബാബ പറയുന്നത് എല്ലാ മക്കൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, കിട്ടാതെ മക്കളും ആരും ഇല്ല. ഈ സ്മൃതി സ്വരൂപ് ബനോ സർട്ടിഫിക്കറ്റ് മിലാ ഹുവാ ഹൈ. ഇപ്പം എനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്, ഈ സ്മൃതി സ്വരൂപരായിരിക്കണം. ചായേ പാസ് വി താനർക്ക ചായേ പാസ്ക്ക ഈ ഫർക്ക് തോ ഹോഗനം ലേക്കിൻ ഹം ഹി. ചില സമയം ചില മക്കൾ പാസ് വിത്തറാണ് വരും, ചില മക്കൾ പാസ്സാവും. വ്യത്യാസം ഇതാണ്. അവർ പാസ് വിത്താന്നാണ്, ഞാൻ പാസ്സാണ്, പക്ഷേ ഞങ്ങൾ തന്നെയാണ്. ആ സ്മൃതി സ്വരൂപത്തിലിരിക്കണം. പക്ക എന്ന് ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ പക്കാണോ എന്ന്, ഉറപ്പാണോ? ഇല്ല, ഉറപ്പായിട്ടില്ല. അടുത്ത വീട്ടുകാരാണോ ആയത്? പക്കാക്കണം. कि ट्रेन में जाते जाते बुलता जाएगा. മൗണ്ട് ആബിൽ കയറി ട്രെയിനിൽ കണ്ണൂരിലേക്ക് വരുമ്പോൾ നിങ്ങൾ മറന്നു പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. പ്ലെയിൻ മേ ജാക്കെ ഉടിച്ചായെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അത് മൗണ്ട് ആബിൽ ആയിരുന്നു, മൗണ്ട് ആബ് വിട്ട് കഴിഞ്ഞില്ല ഫ്ലൈറ്റ്. അപ്പം എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ലല്ല, നാ തന്നെ ആയിരുന്നു. അങ്ങനെ ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ബസ്സിലായാലും വ്യത്യാസം വരാൻ പാടില്ല. जैसे देखो इस वर्ष संकल्प दृढ़ किया कि शिवरात्रि चारों और उमंग उत्साह से मना लिया ना. ഏതുപോലെ ബാബ്ദാദ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാ വർഷത്തിൻ്റെ പോലെ ഈ വർഷം നിങ്ങൾ ദൃഢസങ്കല്പം ചെയ്യണം. അതായത് ശിവരാത്രി 4 ഭാഗത്തിൽ വളരെ ഉണർവ് ഉത്സാഹത്തിലൂടെ ആഘോഷിക്കണം. 2025 ശിവരാത്രി ഉണ്ടല്ലോ, നല്ല ഉണർവ് ഉത്സവത്തിൽ ആഘോഷിക്കണം. നോക്കുന്നുണ്ടാ? ഇല്ല. ദൃഢസങ്കല്പ സേ ജോ സോച്ച വ ഹോ ഗയ എന്ന്. ആരാണോ ദൃഢസങ്കല്പത്തിലൂടെ ചിന്തിക്കുന്നത് ഈ വർഷത്തിൻ്റെ ശിവരാത്രി വളരെ ആർഭട്ടത്തോടെ ആഘോഷിക്കണം, അങ്ങനെ ചിന്തിക്കണം, ദൃഢസങ്കല്പം ചെയ്യണം. യേ കിസ് ബാത് കി കമാൽ ഹി. ഇത് ഏത് കാര്യത്തിൻ്റെ ഒരു അത്ഭുതമാണെന്ന് ബാബ ചോദിക്കുന്നത്. ഈ വർഷം നന്നായിട്ട് ശിവരാത്രി ആർഭട്ടത്തോട് ആഘോഷിക്കണം. ഇത് ഏത് കാര്യത്തിലാണ് ഒരു അത്ഭുതമാണ്? ഏകത ഒരു ദൃഢത. അതുകൊണ്ട് എല്ലാവരും എന്തുണ്ടായിരിക്കണം? ഏകതയും ഉണ്ടായിരിക്കണം, ദൃഢതയും ഉണ്ടായിരിക്കണം. അപ്പോൾ വളരെ ആർഭടത്തിൽ ആഘോഷിക്കാൻ സാധിക്കും. सोचा था 67 प्रोग्राम करने का, लेकिन बाप दादा ने देखा कि उसमें भी ज़्यादा कई बच्चों ने प्रोग्राम किया है. ചിന്തിക്കുന്നുണ്ടായിരുന്നു 67 പ്രോഗ്രാം ചെയ്തു. പക്ഷെ മക്കൾ ചിന്തിച്ചതാണ്. അപ്പം ബാബ്ദാദ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രോഗ്രാം ചെയ്തില്ലേ സോഷ്യൽ സർവീസ്, കൊച്ചിൻ മുതൽ മൈസൂർ വരെ. അപ്പം ഞങ്ങൾ ചിന്തിച്ചു കേരളത്തിൽ ഒരേ പ്രോഗ്രാം, നോക്കുമ്പോൾ എന്തായി? കുറേ പ്രോഗ്രാമായി. അതാണ് പറയുന്നത്, സ്വാമിബൈനെ കണ്ടുകൊണ്ട് പറയുന്നത്. യേ ഹേ സമർത്ഥ സ്വരൂപ് കി നിശാനി. ഇതാണ് സമർത്ഥ സ്വരൂപത്തിൻ്റെ അടയാളമാണ്. തലശ്ശേരി ചെയ്യുമ്പോൾ പറഞ്ഞു ഓ മയിൽ ചെയ്യും, മയിൽക്കാർ ചെയ്യുമ്പോൾ പറഞ്ഞു തളിപ്പറമ്പുകാർ ചെയ്യും.
അപ്പോൾ ആ സമർത്ഥ സ്വരൂപത്തിൻ്റെ സ്മൃതിയാണത്. നിങ്ങൾ ഇത്രയ്ക്കും ചെയ്യാൻ സമർത്ഥരാക്കിയിരിക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? സമർത്ഥ സ്വരൂപത്തിൻ്റെ അടയാളമാണ് ഉമ്മംഗ ഉത്സാഹ പ്രത്യക്ഷ പ്രമാണി. ഉണർവ് ഉത്സാഹ പ്രത്യക്ഷ പ്രമാണം അനുസരിച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രോഗ്രാം സക്സസ് ആയി. സ്വതः ही चारों അവർ कर लिया है എന്നും സ്വതവേ 4 ഭാഗത്തിൽ ചെയ്യും. എല്ലാവരും ചെയ്യും. ऐसे ही सब मिलकर एक दो के हिम्मत बढ़ के ये संकल्प करो अभी समीप को समीप लाना ही. അതേപോലെ എല്ലാവരും ഒന്നിച്ച് കൂടിച്ചേർന്ന് പരസ്പര ധൈര്യം വെച്ചിട്ട് ഈ സങ്കല്പം ചെയ്യണം. ഇപ്പം സമയം സമീപക്ക് വരുന്നതാണ്, സമീപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എത്ര വർഷമുണ്ട്? 12 വർഷം. 12 വർഷം എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല. അബി സമീപോ സമീപ് ലാനായി. ഇപ്പം സമയത്തിന് സമീപത്തിലേക്കും വരേണ്ടത് തന്നെയാണ്. ആത്മവോങ്കോ മുക്തി ദിലാനി. അതുകൊണ്ട് ആത്മാക്കൾക്ക് മുക്തി നൽകണം. लेकिन तब होगा जब आप सोचना स्मृति स्वरूप में लाएंगे. പക്ഷേ എപ്പോഴാണ് ചിന്തിച്ച് സ്മൃതി സ്വരൂപരാവുന്നത്? അപ്പം ഈ കാര്യങ്ങൾ നടക്കും. ചിന്തിച്ച് സ്മൃതി സ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം. बाप दादा ने सुना है फॉरेन वालों को भी विशेष स्नेह मिलन व मीटिंग है और भारत वालों को भी मीटिंग है. तो मीटिंग में सिर्फ सेवा का प्लान नहीं बनाना लेकिन ബാലൻസ് ക ബനനാഹി. ബാബ്ദാദ കേൾപ്പിക്കുന്നതും വിദേശത്തുള്ളവർ വിശേഷമായി സ്നേഹമിലനം അഥവാ മീറ്റിംഗ് നടത്തും. അതേപോലെ ഭാരതവാസികൾ കൂടി മീറ്റിംഗ് നടത്തും. കേവല സേവയുടെ പ്ലാൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആ പ്ലാനും ബാലൻസ് രണ്ടും കൊണ്ടുവരണം. എന്താണോ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ബാലൻസ് ആയിട്ട് കൊണ്ടുവരണം. രണ്ടും ബാലൻസ് ഉണ്ടാവണം. പ്ലാന് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം. ऐसे एक दो के सहयोगी बनो जो सभी मास्टर सर्वशक्तिवान बन आगे उड़ते चलो. സദാ പരസ്പര സഹയോഗികളാകുക. സർവരും മാസ്റ്റർ സർവശക്തിവാനായി മുന്നോട്ട് പറന്നുകൊണ്ടിരിക്കണം. നടക്കുന്ന സമയം കഴിഞ്ഞു, ഇപ്പെല്ലാം പറക്കുന്ന സമയമാണ്. എങ്ങനെയാണ് പറക്കേണ്ടതും? ദാത ബൻകർ സഹയോഗ. ദാതാവായി സഹയോഗം നൽകണം. അച്ഛദാതാവാണ്. അച്ഛൻ്റെ മക്കളും ദാതാവായി സഹയോഗം നൽകണം. ബാത്തെ ദേക്കോ നഹി ദേക്കോ സഹയോഗി വേണം. കാര്യം നോക്കണ്ട, ചെറുതായിരിക്കോ വലുതായിരിക്കോ, പക്ഷെ എന്താവണം? സഹയോഗിയായി മാറണം. സമ്മാൻ മേ രഹോ അവർ സമ്മാൻ ദേക്കർ സഹയോഗി ബനോ. ബാബ പറയുന്നത് സമ്മാനത്തിലിരിക്കണം. സമ്മാനത്തിൽ ഇരുന്നു കൊണ്ടും സമ്മാനം നൽകണം, ബഹുമാനം നൽകണം, സഹയോഗിയാകുക. सम्मान में रहो, सम्मान देकर सहयोगी बनो. क्योंकि किसी भी आत्मा के अगर आप दिल से सम्मान देते हो ये बहुत बहुत बड़ा पुण्य है. ബാബ പറയുന്നത്, ബാബ് ദാദാ സമ്മാനത്തിലിരിക്കണം, സമ്മാനം നൽകണം, സഹയോഗിയാവണം. കാരണം ഏതൊരു ആത്മാവുക്കും ഒരു പക്ഷേ താങ്കളിൽ തന്നെ അന്തരാളത്തിൽ ഇന്നും സമ്മാനം നൽകിക്കൊണ്ടിരിക്കണം. അന്തരാളത്തിൽ സമ്മാനം നൽകണം അന്യാത്മാക്കൾക്ക്. ഇതാണ് ഏറ്റവും വലിയ പുണ്യമാണ്. കംസോർ ആത്മാവോ ഉമ്മംഗ് ഉത്സാഹമേ ലായാത്തോ കിത്തനാ ബഡ പുണ്യ ഹേ. ലോകത്തിൽ ഒരുപാട് ദുർബല ആത്മാക്കളുണ്ട്, അവരെ കൂടി ഉണർവ് ഉത്സാഹത്തിൽ കൊണ്ടുവരണം. ഇതാണ് ഏറ്റവും വലിയ പുണ്യമാണ്. നമ്മൾ സ്വയം ഉണർവ് ഉത്സാഹത്തിലിരിക്കുന്ന സമയം കഴിഞ്ഞു. ഇപ്പം എന്ത് ചെയ്യണം? അന്യ ആത്മാക്കളെ ഉണർവ് ഉത്സാഹത്തിൽ കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ പുണ്യം. ഗിരേ ഹുയോങ്കോ ഗിർന നൈ ഹേ. വീണ് പോയവർ അവളെ തന്നെ വീഴ്ത്തരുത്. ഞങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ. ഓ, അവർ വീണ് പോയിട്ടുണ്ട്, വേണ്ട, അങ്ങനെ ആക്കരുത്. ഗലെ ലഗാന ഹി അർത്ഥാത്ത് ബാഹർ സെ ഗലെ നഹി ലഗാന. ഗലെ ലഗാന അർത്ഥാത്ത് ബാപ് സമാൻ ബനന സഹയോഗ് ദേന. താഴെ വീണ് പോയവർ അവിടെ തന്നെ വീഴ്ത്തരുത്. അവർക്കൊന്ന് സപ്പോർട്ട് കുറച്ച് മേലെ പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവർക്ക് സഹയോഗം കൊടുക്കുക. സഹയോഗം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാബയുടെ സമാനമാക്കണം, സഹയോഗം നൽകണം.
ഞങ്ങൾ അതേ ആത്മാക്കൾ അങ്ങനെ വീഴ്ത്തിക്കൽ വീണ ആത്മാക്കൾ മേലെ പൊന്താൻ എടുക്കാൻ നോക്കുന്നില്ല. പക്ഷെ ബാബ ഇന്ന് പറയുന്നതും അവരിനെ കൂടി സഹയോഗം കൊടുത്ത് മേലെ കൊണ്ടുവന്ന് അവരെയും ബാബയുടെ സമാനമാക്കണം. तो पूछता है ना इस वर्ष क्या क्या करना है. വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ വർഷം എന്താണ് ചെയ്യേണ്ടത്. ബാബയ്ക്ക് മനസ്സിലായി 24 പോവാനായി 25 വരാനായി. ബസ് സമ്മാൻ ദേന അവർ സ്വമാനമേ റഹണം. ബാബ പറയുന്നതും ബഹുമാനം നൽകണം, സ്വമാനത്തിലിരിക്കണം. സമ്മാൻ ദേന അവർ സ്വമാനമേ റഹണം. സമർത്ഥ ബനാനായി സമർത്ഥരായി അന്യരെയും സമർത്ഥമാക്കണം. അപ്പോൾ ഈ വർഷം എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം സമർത്ഥരായി അന്യരെയും സമർത്ഥരാക്കണം. വ്യർത്ഥയ്ക്ക് ബാത്തോമേ നഹി ചെന്നഹി. ഈ സമർത്ഥമാവുന്നവരും വ്യർത്ഥമായ കാര്യത്തിലേക്ക് പോകരുത്. അപ്പോൾ ലീക്കേജ് ഉണ്ടാവും. जो कमज़ोर आत्मा ही कमज़ोर उसको कमज़ोर को देखते रहेंगे तो सहयोगी कैसे बनेंगे. ഇപ്പം ഏതെങ്കിലും ദുർബലമായിരിക്കുന്ന ആത്മാക്കളുണ്ടാവും. ആത്മാക്കളുടെ ദുർബലത കണ്ടുകൊണ്ട് എങ്ങനെയാണ് സഹയോഗം നൽകുന്നത്? വളരെ വീക്കാണ് ആത്മാവ്. എന്ത് ചെയ്യാം? അവർക്ക് എങ്ങനെ സഹയോഗം കൊടുക്കാം? സഹयोग दो तो दुआएं मिलेंगी. ആ തരത്തിൽ ദുർബലമായിരിക്കുന്ന വീക്കായിരിക്കുന്ന ആത്മാക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ആത്മാക്കൾക്ക് നിങ്ങൾ സഹയോഗം നൽകുകയാണെങ്കിലും അവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. വീക്കെന്ന് പറഞ്ഞിട്ട് വിടരുത്. വീക്കായ ആത്മാവിനെ എന്ത് ചെയ്യണം? സമർത്ഥമാക്കണം. അപ്പം അവർക്ക് സഹയോഗം നൽകണം. അപ്പം അനുഗ്രഹങ്ങൾ ലഭിക്കും. അനുഗ്രഹങ്ങൾ കിട്ടാൻ വളരെ ഈസിയാണ്. सबसे सहज पुरुषार्थ है अगर कुछ भी नहीं कर सकते हो तो सबसे सहज पुरुषार्थ है दुआएं दो दुआएं लो. ഏറ്റവും സഹജമായിരിക്കുന്ന പുരുഷാർത്ഥം. നിങ്ങളുടെ കയ്യിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയാലും അതിലേക്ക് ബാബ സഹജ പുരുഷാർത്ഥം പറഞ്ഞു തന്നും അനുഗ്രഹങ്ങളെ നൽകണം, അനുഗ്രഹങ്ങളെ എടുക്കണം. സമ്മാൻ ദോ അവർ മഹിമ യോഗ്യ ബൻ. അവർക്ക് സമ്മാനം നൽകണം, അവരെ മഹിമയ്ക്ക് യോഗ്യമാക്കണം അന്യാത്മാക്കൾ. സമ്മാൻ ദേനെ വാല ഹി സർവർ ദ്വാര മാനനീയ ബനത്തെ ഹി. സമ്മാനം നൽകുന്നവർ തന്നെയാണ് സർവരിലൂടെയും മാനനീയരായി മാറും, യോഗ്യരായി മാറും. അവർ जितना अभी माननीय बनेंगे उतना ही राज्य अधिकारी और पूज्य आत्मा बनेंगे. എത്രത്തോളം ഞങ്ങൾ മാനനീയരായി മാറുന്നോ അത്രത്തോളം രാജ്യാധികാരിയും പൂജ്യാത്മാവായി മാറും. എല്ലാം അണ്ടർലൈൻ ചെയ്യാനുള്ള പോയിന്റ് തന്നെയാണ്. ദേത്തെ ജാവോ ലേനെ കാ നഹി ലോ അവർ ദോ യാ തോ ബിസിനസ് വാലോം കാ കാം ഹേ ന. ബാബ പറയുന്നതും ഏതുപോലെ ബിസിനസ് മാൻ എന്ത് ചെയ്യും? എടുക്കും, കൊടുക്കും. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹങ്ങളെ നൽകണം, അനുഗ്രഹങ്ങളെ എടുക്കണം. ബിസിനസ് മാൻ ആവണം. ആപ് തോ ദാതാക്ക ബച്ചേ ഹോണം. കാരണം അച്ഛനും ദാതാവാണ്. അപ്പം ദാതാവിൻ്റെ മക്കളും നൽകിക്കൊണ്ടിരിക്കണം. ബാക്കി ബാപ് ദാദാ ചാരോ ഓർ കെ ബച്ചോं की सेवा को देख खुश है. ഇന്ന് ബാപ് ദാദാ 4 ഭാഗത്തിലുള്ള മക്കൾ ചെയ്ത സേവ കണ്ടിട്ട് സന്തോഷമായി. സോഷ്യൽ സർവീസ് സേവ ചെയ്തതുകൊണ്ട് ബാബയ്ക്ക് വളരെ സന്തോഷമാണ്. സബീനെ അച്ഛ സേവ കിയാ ഹി. എല്ലാവരും നന്നായിട്ട് സേവിച്ചു. ഇന്ന് കുറച്ച് പേർക്ക് ആദരിക്കണമെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. ആൾക്കാരെ തന്നെ ഇങ്ങോട്ട് വരണുണ്ട്. ഇപ്പം എന്നാ ആദരിച്ചു കൂടെ നിങ്ങൾക്ക്? അപ്പം അയൽക്കാരെ നോക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഓഡിറ്റോറിയം ബുക്കാക്കി കളിയോ. കുറച്ച് ശ്രദ്ധിക്കണോ സ്വാമിഭായി? രണ്ടാമത്തത് ചെയ്യാൻ. അതുകൊണ്ട് ബാബയ്ക്കിന് സന്തോഷമായി കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ സേവ കണ്ടിട്ട്. സബീനെ അച്ഛാ സേവ കിയായി. ബാബ പറഞ്ഞ് എല്ലാവരും നന്നായിട്ട് സേവ ചെയ്തിട്ടുണ്ട്. ലേക്കിൻ അബി ആകെ ബഡ്ന ഹെന്ന്. ഇതുവരെ സേവ ചെയ്തു, ഓക്കെ. ഇന്നിപ്പോൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി മുന്നോട്ട് പോകണം. എങ്ങനെയാണ് മുന്നോട്ട് പോണത്? വാണി ദ്വാര സബീനെ അച്ഛാ സേവ കി. സാധന ദ്വാര ബി അച്ഛാ സേവ കി റിസൾട്ട് നിൽക്കും. വചനത്തിലൂടെയോ സാധനയിലൂടെയോ നന്നായിട്ട് സേവ ചെയ്തും അതിൽ നല്ല റിസൾട്ട് കിട്ടി.
അനേക ആത്മാക്കോ ഉൽഹാന സമാപ്ത് കിയാ ഹെ. അനേക ആത്മാക്കളുടെ ഒരു പരാതി ഉണ്ടായിരുന്നു, അതുകൂടി ഇപ്പം സമാപ്തമായി. साथ साथ समय के तीव्र गति की रफ्तार देख बाप दादा यही चाहते हैं, सिर्फ थोड़ा आत्माओं की सेवा नहीं करनी है, लेकिन विश्व की सर्व आत्माओं के मुक्तिदाता निमित्त आप, क्योंकि बाप के साथी हो, तो समय की रफ्तार प्रमाण अभी एक ही समय 3 सेवा करनी है. ഇപ്പം ബാബ്ദാദ പറയുന്നതും സമയം വളരെ തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ബാബ്ദാദ ആഗ്രഹിക്കുന്നതും കേവല കുറച്ച് ആത്മാക്കളുടെ മാത്രം സേവനമല്ല, വിശ്വത്തിലുള്ള സർവ്വ ആത്മാക്കൾക്കും മുക്തിദാതാവായിരിക്കുന്ന നിമിത്ത താങ്കൾ ആത്മാക്കളും ബാബയുടെ കൂട്ടുകാരാണ്, സാത്തിയാണ്. സമയത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇപ്പം സമയത്തിൽ എല്ലാവരും ഒന്നിച്ച് 3 സേവ ചെയ്യണമെന്ന് ബാബ പറയും. ഒരേ സമയത്തിൽ 3 സേവ ചെയ്യണം. ഏതാണ് 3 സേവ? മനസാ സേവ, വചന സേവ, കർമ്മണ സേവ. ബാബ ഏത് സേവ നോക്കാം. ഏക് വാണി, ഒന്നാമത്തത് വചന സേവയാണ്. ദൂസറ സ്വശക്തിശാലി സ്ഥിതി, രണ്ടാമത്തത് സ്വയംൻ്റെ ശക്തിശാലിയായിരിക്കുന്ന സ്ഥിതിയാണ്, സ്വയംനെ വളരെ പവർഫുൾ ആക്കുന്ന സ്ഥിതി. മൂന്നാമത്തതും ശ്രേഷ്ഠ റുഹാനി വൈബ്രേഷൻ, മൂന്നാമത്തത് ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മീയ വൈബ്രേഷൻ കൊടുക്കണം. ഫസ്റ്റത്തതും വചന സേവ, രണ്ടാമത്തതും സ്വയംന ശക്തിശാലിയായിരിക്കുന്ന സ്ഥിതി, മൂന്നാമത്തതും ശ്രേഷ്ഠ ആത്മീയ വൈബ്രേഷൻ. जहाँ भी सेवा करो वह ऐसा रूहानी वाइब्रेशन फैलाओ जो वाइब्रेशन का प्रभाव में सहज आकर्षित होते रहे. ബാബ നിങ്ങൾ എവിടെ ഏത് സേവ ചെയ്യുകയാണെങ്കിൽ കൂടി ആത്മീയ വൈബ്രേഷൻ നിങ്ങൾ പരത്തണം. ആത്മീയ വൈബ്രേഷൻ്റെ പ്രഭാവം വളരെ സഹജമായി ആകർഷിക്കും. എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സേവ പോകുന്ന മുമ്പ് കുറച്ച് ദിവസം മുതൽ യോഗ ചെയ്ത് അവിടുത്തെ ആത്മീയ അന്തരീക്ഷമാക്കി എടുക്കണം. അപ്പോൾ ആ വൈബ്രേഷൻ്റെ പ്രഭാവം വളരെ സഹജമായി ആകർഷിക്കും. देखो अभी लास्ट जन्म में भी आप सबके जड़ चित्र कैसा सेवा कर रही. ഇപ്പം കാണുന്നില്ല, ഈ ലാസ്റ്റ് ജന്മത്തിൽ നിങ്ങളെ ജഡചിത്രം ഉണ്ടല്ലോ, എവിടെയുള്ളത്? അമ്പലത്തിലുള്ള മൂർത്തി. എന്താ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടത്? ബാബ ചോദിക്കുകയാണ്, ലാസ്റ്റ് ജന്മ മേ ബി ആപ് സബ്കെ ജഡ ചിത്ര കൈസാ സേവ കർ റഹി. ക്യാ വാണി സെ ബോൾത്തെ ഹേ? വചനത്തിലൂടെയാണ് ചെയ്യുന്നത്. ആ ജഡ അമ്പലത്തിലുള്ള മൂർത്തി. വൈബ്രേഷൻ ഐസാ ഹോത്താ ഹേ ജോ ഭക്തോ കാ ഭാവന കാ ഫൽ സഹജ് മിൽ ജാത്താ ഹേ. വൈബ്രേഷൻ ഏത് തരത്തിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാലും ഭക്തന്മാരുടെ ഭാവനയുടെ ഫലം വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന തരത്തിലുള്ള ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കും. അവർക്ക് വളരെ ഈസി ആയിട്ട് ഭക്തന്മാർക്ക് പ്രാപ്തി കിട്ടും. അല്പകാലത്തിലെ കയ്യിൽ വളരെ സഹജമായിട്ട് കിട്ടും. ഐസ വൈബ്രേഷൻ ശക്തിശാലി, ഈ തരത്തിലുള്ള വൈബ്രേഷൻ വളരെ ശക്തിശാലിയായിരിക്കണം. वाइब्रेशन में सर्व शक्तियों की किरणों फैलाती हो वायुमंडल बदल जाए. ആ വൈബ്രേഷൻ നിങ്ങൾ കൊടുക്കുന്ന വൈബ്രേഷനിലും സർവശക്തിയുടെ കിരണങ്ങളും വ്യാപിപ്പിക്കണം. അപ്പോൾ അന്തരീക്ഷം തന്നെ മാറിപ്പോകുന്ന പറയുന്നത്. അത്രയ്ക്ക് നിങ്ങൾ പവർഫുള്ളായിരിക്കണം. അവിടുത്തെ അന്തരീക്ഷം മാറിപ്പോകും. അത്രയ്ക്ക് പവർഫുള്ളാവണം. അത്രയ്ക്ക് പവർഫുള്ളായിരിക്കുന്ന വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കണം. വൈബ്രേഷൻ ഐസാ ചീസ് ഹേ ജോ ദിൽ മേ ചിപ്പ ലഗ് ജാത്തി ഹേ. ഈ വൈബ്രേഷൻ പറയുന്നത് ഏത് തരത്തിൽ പറഞ്ഞാലും ആപ്കെ ദിൽ മേ ചിപ്പ സീലിട്ട പോലെ, നിങ്ങളുടെ ഹൃദയത്തിൽ സീലിട്ട പോലെ ഉണ്ടാവും ആ വൈബ്രേഷൻ. അന്ന് അവിടെ പോയിരുന്നു. എന്തൊരു വൈബ്രേഷനാണ്. അവർ പറയണം, ആര്? അന്യാത്മക്കൾ. അവരുടെ മനസ്സിലത് സീലിട്ട പോലെ ഉണ്ടാവും. അന്ന് പോയില്ലേ, അവിടുത്തെ അന്തരീക്ഷം എന്തൊരു അന്തരീക്ഷമാണ്. ആ തരത്തിൽ ഉണ്ടാവണം പറഞ്ഞു. ആ തരത്തിൽ ഉണ്ടാവണം. आप सबके अनुभव है किसी आत्मा का प्रति अगर कोई अच्छा व बुरा वाइब्रेशन आपके दिल में बैठ जाता है तो कितना समय चलता है.
താങ്കൾ സർവർക്കും അനുഭവം ഉണ്ടാവും. ഏതെങ്കിലും ആത്മാക്കളുടെ പ്രതി നല്ലതോ അഥവാ മോശമായിരിക്കുന്ന വൈബ്രേഷൻ താങ്കളുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് എത്ര സമയം ഉണ്ടാവും? കൂടുതൽ സമയം ഉണ്ടാവാം. ബഹുത്ത് സമയം ചലത്താ എന്നും അവരങ്ങനെ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാവില്ല. അവരങ്ങനെ പറഞ്ഞു, അവർ പറയണതായിരുന്നു പക്ഷെ പറഞ്ഞില്ല, അതിവിടെ ഉള്ളിലുണ്ടാവും. അതേപോലെയാണ് ബാബ പറയുന്നത്, ബഹുത്ത് സമയം ചലത്താ എന്നും നിക്കലിനെ ചഹത്തോ ബി നഹി നിക്കൽത്താഹി. അതിനെ ഒളിവാക്കാൻ ആഗ്രഹിച്ചാൽ കൂടി അത് ഒളിവാവുന്നില്ല. അപ്പം അവരാ പറഞ്ഞത് അത് ഒളിവാവുന്നില്ല. किसी को बुरा वाइब्रेशन बैठ जाता है तो सहज निकलता ही. ആരെങ്കിലും മോശമായിരിക്കുന്ന വൈബ്രേഷൻ ഒരു പക്ഷെ നിങ്ങൾ അന്തരാളത്തിൽ എഫക്റ്റ് ആവുകയാണെങ്കിലും അത്ര എളുപ്പത്തിൽ അത് ഒളിവാവോ എന്ന് ബാബ ചോദിക്കുന്നത്. तो आपका सर्वशक्तियों का किरणों का वाइब्रेशन छिपा का काम करेंगी. താങ്കളുടെ സർവശക്തിയുടെ കിരണങ്ങളുടെ വൈബ്രേഷനും സീലിട്ട തരത്തിലുള്ള കാര്യങ്ങളെ ചെയ്യുക. സീല് അതിനെ മാഞ്ഞെടുക്കാൻ സാധിക്കില്ല, ഇട്ട സീലിന്. അതേപോലെയാണ് വാണി ബോൾ ശക്തിയെ പറഞ്ഞ കാര്യങ്ങൾ അത് മറക്കാൻ സാധിക്കും വചനത്തിൽ. ലേക്കിൻ വൈബ്രേഷൻ കി ചിപ്പ സഹജ് നഹി നിക്കൽത്തി. പക്ഷെ ആ വൈബ്രേഷൻ്റെ ആ സീലിട്ടതുണ്ടല്ലോ അത് അത്ര എളുപ്പത്തിലും ഒളിവാക്കാൻ സാധിക്കില്ല. അനുഭവം ഈ അനുഭവം ബാബ ചോദിക്കുകയാണ്, അനുഭവം ഉണ്ടല്ലോ നിങ്ങൾക്കെല്ലാം ഉണ്ടായില്ലേ? या गुजरात में, बॉम्बे में, केरला में जो उमंग उत्साह दिखाया है. കണ്ട, ഇന്ന് ബാബ ഗുജറാത്ത് ബോംബെ മാത്രമല്ല ഇന്ന് കേരളത്തിനെ പറഞ്ഞിട്ടുണ്ട്. വളരെ റെയറായിട്ട് പറയുന്നത് കണ്ട മഹേഷ് ബദർക്കാർ ഇന്ന് പറഞ്ഞില്ലേ ബാബ? പക്ഷേ ഇന്നിപ്പം ഞങ്ങൾ കേരളത്തിലല്ലേ ഉള്ളത്. ബാബ കേരളം ഉസ്കോ ബി ബാബ്ദാദ പതുമാ ഗുൺ മുബാരക്ക് ദീത്തഹി. അതുകൊണ്ട് ബാബ്ദാദ 100 ഇരട്ടി ആശംസകളെ നൽകി. ക്യോ, എന്തുകൊണ്ടാണ്? വിശേഷത ക്യാ രഹി, എന്ത് വിശേഷത ഉണ്ടായിരുന്നു? ക്യോ മുബാരക്ക് ദേത്താഹി, ബാബ എന്തുകൊണ്ടാണ് അഭിനന്ദനങ്ങളെ നൽകിയത്? എന്തുകൊണ്ടായിരിക്കും? ഫങ്ഷൻ തോ ബഡേ ബഡേ കർത്തേ രഹത്തെ ഹോ ലേക്കിൻ കാസ് മുബാരക്ക് ക്യോ ദേ രഹേ. വലിയ വലിയ ഫങ്ഷൻസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് എന്തുകൊണ്ട് ബാബ്ദ അഭിനന്ദനങ്ങളെ നൽകിയെന്ന് ബാബ ചോദിക്കുന്നത്. ക്യോങ്കി ദോനോ തരഫ് കി വിശേഷത രഹി, ഏകത ഒരു ദൃഢത്താക്കി. കാരണം 2 ഭാഗത്തിൽ വിശേഷത ഉണ്ടായിരുന്നു. ഏതാണ്? ഒന്ന് ഏകതം, ദൃഢത. ജഹാ ഏകത ഒരു ദൃഢത ഹി വാ ഏക് വർഷക്കെ ബസായി ഏക് മാസ് വർഷക്കെ സമൻ ഹി. എവിടെ ഏകതോ ദൃഢതയുണ്ട് അവിടെ 1 വർഷത്തിൻ്റെ പകരം 1 മാസത്തിലേക്ക് സമാനാവത്. ദൃഢത്വവും ഏകത്വവും 1 വർഷം ഒന്നും എടുക്കണ്ട, 1 മാസത്തിലേക്ക് അത്രയ്ക്ക്. സുനം ഗുജറാത്ത്, ബോംബെ അവർ കേരളം അച്ചാഹെന്നും ബാബ പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടില്ല. अभी सेकंड में ज्ञान सूर्य स्थिति में स्थित हो चारों ओर के भयभीत हलचल वाली आत्माओं की सर्वशक्तियों के किरणें फैलाओ. 1 സെക്കൻഡിൽ ജ്ഞാനസൂര്യ സ്ഥിതിയിൽ സെറ്റായി 4 ഭാഗത്തിലുള്ള ഭയഭീതമായിരിക്കുന്ന കോലാഹലത്തിലുള്ള ആത്മാക്കൾക്കും സർവശക്തിയുടെ കിരണങ്ങളെ പരത്താം. ലോകത്തിൽ ഒരുപാട് ആത്മാക്കൾ അവർ ബഹുത്ത് ഭയഭീത, കൂടുതൽ പേടിച്ചിട്ട് ഉണ്ട് ഇപ്പോൾ ആത്മാക്കൾ. ശക്തി ദോ വൈബ്രേഷൻ ഫൈലാവും. അവർക്ക് നിങ്ങൾ ശക്തി നൽകണം, വൈബ്രേഷൻ നൽകണം. ബാബ്ദാദാനെ ഡ്രിൽ കറായി. ബാബ്ദാദ പിന്നെന്ത് ചെയ്തു? ഡ്രിൽ ചെയ്തു. ബാബ നമസ്തേ പറയുന്നുണ്ട്. ചാരോ അവർക്ക് അതിശ്രേഷ്ഠ ഭാഗ്യവാൻ, 4 ഭാഗത്തിലുള്ള അതിശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗ്യവാൻ ആത്മാക്കൾക്ക്. कोटों में कोई विशेष आत्माओं को सदा स्वमान में रहने वाले. കോടിയിൽ ചില വിശേഷമായിരിക്കുന്ന ആത്മാക്കളും സദാ സ്വമാനത്തിലിരിക്കുന്നവർ. सम्मान देने वाले सर्विसेबल बच्चों को सदा स्मृति स्वरूप सामर्थ्य स्वरूप आत्माओं को ബഹുമാനം നൽകുന്ന സർവീസേബിൾ ആയിരിക്കുന്ന മക്കൾക്കും സദാ സ്മൃതി സ്വരൂപത്തിലിനോ സമർത്ഥ സ്വരൂപരായിരിക്കുന്ന ആത്മാക്കൾക്കും
सदा अचल अडोल स्थिति के आसन पर स्थित सर्वशक्ति स्वरूप बच्चों को बाप दादा का याद पेरवर नमस्ते. സദാ അച്ചല അഡോല സ്ഥിതിയുടെ സീറ്റിൽ സെറ്റായി സർവശക്തി സ്വരൂപരായിരിക്കുന്ന മക്കൾക്കും ബാപ്ദാദയുടെ ഓർമ്മ സ്നേഹം നമസ്തേ. ബാപ്ദാദയ്ക്ക് മക്കളുടെ ഓർമ്മ സ്നേഹം പിന്നീട് നമസ്തേ. वरदानम. स्वामान की सीट पर सेट हो हर परिस्थितियों को पार करने वाले सदा विजयी भव. स्वामानത്തിൻ്റെ സീറ്റിൽ സെറ്റായി ഓരോരോ പരിതസ്ഥിതികളെ മറികടക്കുന്ന സദാ വിജയിയായി ഭവിക്കും. സോമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായി ഓരോരോ പരിതസ്ഥിതികളെ മറികടക്കുന്ന സദാ വിജയിയായി ഭവിക്കും. ആരാണ് വിജയി? പരിതസ്ഥിതികളെ മറികടക്കുന്നവരാണ് വിജയി. ഇതിൻ്റെ വിവരണം. सदा अपने इस स्वामान की सीट पर स्थित रहो कि मैं विजयी रत्न हूँ, मास्टर सर्वशक्तिमान हूँ. तो जैसा सीट होता है वैसा लक्षण आते हैं. സദാ താങ്കൾ ഈ സോമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കണം. ഞാൻ വിജയ് രത്നമാണ്, മാസ്റ്റർ സർവശക്തിമാനാണ്. അപ്പോൾ ഏതുപോലെ സീറ്റാണോ അതേപോലെ ലക്ഷണങ്ങൾ വരും. कोई भी परिस्थिति सामने आए तो सेकंड में अपने इस सीट पर सेट हो जाओ. ഏതൊരു തരത്തിലുള്ള പരിതസ്ഥിതികൾ മുന്നിൽ വന്നാലും സെക്കൻഡിലും സ്വയം ഈ സീറ്റിൽ സെറ്റായിരിക്കണം. ഏത് സീറ്റിലും? സോമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കണം. സീറ്റ് വാലോം കോ ഹി ആർഡർ മന്ന ജാത്ത ഹെ. സീറ്റിൽ ഇരിക്കുന്നവരുടെ ഓർഡർ മാത്രമാണ് മാനിക്കുന്നത്. സീറ്റ് പർ രഹോ തോ വിജയ് ബൻ ജായെങ്കി. സീറ്റിൽ സെറ്റായിരിക്കുകയാണെങ്കിൽ വിജയിയായി മാറും. ഏത് സീറ്റ്? संगम युग है ही सदा विजयी बनने का युग. ये युग का वरदान है तो वरदानी बन विजयी बन. സംഗമ യുഗം തന്നെ സദാ വിജയിയാകാനുള്ള യുഗമാണ്. ഈ യുഗം വരദാന യുഗമാണ്. വരദാനിയായി വിജയിയാകുക. സംഗമയുഗം തന്നെ സദാ വിജയിയാകാനുള്ള യുഗമാണ്. ഈ യുഗം വരദാനത്തിൻ്റെ യുഗമാണ്. വരദാനിയായി വിജയിയാകുക. ശ്ലോകം. सर्व आशक्ति पर विजय प्राप्त करने वाले शिवशक्ति पांडव सेना ही. സർവ ആശക്തികളിലും വിജയം പ്രാപ്തമാക്കുന്നവരാണ് ശിവശക്തി പാണ്ഡവ സേന. ആരാണവർ? ഞങ്ങൾ തന്നെയാണ് ಶಿವಶಕ್ತಿ ಪಾಂಡವರು. ನನ್ನ ಬಾಬಾ ഏതെല്ലാം കാര്യം മനസ്സിലാക്കി തന്നു? ഭാഗ്യത്തിനെ പറ്റി ബാബ ഇന്ന് മനസ്സിലാക്കി തന്നു. ഭാഗ്യരേഖയുടെ പറ്റി മനസ്സിലാക്കി തന്നു. 3 തരത്തിലുള്ള രേഖയുടെ കാര്യവും പറഞ്ഞു.
ശ്രീമത്ത് 3 രേഖയാണ്. എല്ലാ മക്കളുടെയും മസ്തകത്തിൽ ഈ 3 രേഖ ഉണ്ട്. സമ്മാനത്തിലിരുന്നു കൊണ്ടാണ് സമ്മാനം നൽകണം. സർവർക്കും സഹയോഗിയാവണം, സമർത്ഥരാക്കണം. ഏറ്റവും വലിയ പുണ്യമാണ്. നഷ്ട മോഹ സ്മൃതി സ്വരൂപരായി മാറണം. നാച്ചുറലായിരിക്കുന്ന നേച്ചറായി മാറണം. ഞാൻ ആത്മാവാണ് ആ തരത്തിൽ വിചാരിച്ചിട്ടാവരുത്. നാച്ചുറലായിരിക്കുന്ന നേച്ചറായി മാറണം. ചിന്തിക്കുന്ന സ്വരൂപരായി മാറരുത്, സമർത്ഥ സ്വരൂപരായി മാറണം. വചന സേവ, സ്വസ്ഥിതി ശക്തിശാലി. 3-മത്തത് വൈബ്രേഷൻ. വൈബ്രേഷൻ ഏത് തരത്തിലുള്ള കാര്യം ചെയ്യും? സീലിടുന്ന തരത്തിൽ, ഹൃദയത്തിൽ സീലിടുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ചെയ്യും വൈബ്രേഷൻ. ബ്രദേഴ്സ് ഒന്നും വായിച്ചെടുക്കുന്നില്ല. ബാബ പറഞ്ഞു, നിങ്ങൾ ദേഹാഭിമാനത്തിൽ വെറുതെ ആത്മാഭിമാനിയായി മാറണം. വരദാനത്തിൻ്റെ യുഗമാണ്, പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുന്ന യുഗമാണ്. മുക്തിയുടെ ഗേറ്റ് തുറക്കണം. മുക്തിയുടെ ഗേറ്റ് തുറക്കാൻ നിങ്ങളാണ് ആധാരമാണ്. നിങ്ങൾ റെഡിയാവാതെ പോയാലും അവരവിടെ കാത്തിരിക്കേണ്ടി വരും. അന്യരെ ബാബയുടെ സമാനമാക്കി മാറ്റിയെടുക്കണം. മറികടക്കാനാവും. സമർത്ഥന സീറ്റിൽ സെറ്റായാലേ പരിതസ്ഥിതികളെ മറികടക്കാൻ സാധിക്കുന്നത്, വിജയിയാവാൻ സാധിക്കുന്നത്. ഓം ശാന്തി. कुछ भी रहा न पाना, पाना था जो पा लिया, कुछ भी रहा न पाना.